സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. NIRFന്റെ റാങ്കിംഗ് ആണെങ്കിലും ശരി, QS റാങ്കിംഗ് ആണെങ്കിലും ശരി, നമ്മളുടെ സർവകലാശാലകളൊക്കെ മികച്ച പെർഫോമൻസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സർവകലാശാലകളൊക്കെ മികച്ച പെർഫോമൻസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. വല്ല സർക്കാർ ആഫീസും ആയിരുന്നെങ്കിൽ ഇവനൊക്കെ പിടിച്ചു നിർത്തി ഖരാമ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റിൽ വേടന്റെ പാട്ടിനെ മുൻനിർത്തി കേരള സർവകലാശാലയിൽ ഒരു ഭാരതാംബയുടെ കാവിക്കുടി എന്തിയ ചിത്രം മുൻനിർത്തി ഈ സർവകലാശാലകളുടെ നേട്ടത്തെ താറടിച്ചു കാണിക്കാനും തകർക്കാനുമാണോ ഗവർണറുടെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ ചില ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നത്? മിനിസ്റ്റർ, ഈ കേരളത്തിലെ ജനങ്ങളെയാണോ മണ്ടന്മാരാക്കുന്നത്? എന്നാലും തള്ളുമ്പോൾ ഒരു സാമാന്യ വിവരം വേണ്ടേ? സർവകലാശാലകൾ വിവിധ ആശയങ്ങളുടെ സംഗമഭൂമികളായി സംവാദങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ് മാറേണ്ടത്. അത് വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത് വളരെ നിർഭാഗ്യകരമാണ്. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേയില്ല. അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണെന്ന് തോന്നും അല്ലേപ്പാ? എന്റെ ദൈവമേ, ഈ മാരണങ്ങളെയാണല്ലോ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കറക്റ്റ്. ആസൂത്രിതമായൊരു നീക്കമുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? ഇതാണ് ഞാൻ പറഞ്ഞത്. തന്റെ തലക്ക് നെല്ലിക്കാട്ടാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള പഠനത്തിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അവർ അക്കാഡമികമായ കൗൺസിലിൽ വെച്ച് അത് പാസ്സാക്കി ഒരു സിലബസ് ആക്കി മാറ്റുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഇപ്പൊ VC പറയുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയ സിലബസിലെ ഈ പാട്ട് ഒരു പഠനത്തെ മുൻനിർത്തി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയാണ്. സത്യമാണോ ഈ പറയുന്നത്? ഇത് സത്യം സത്യം സത്യം. വല്ലാത്ത ചതിയായി പോയി. അതേപോലെ അജിതാഹാരെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയാണ്. അതേപോലെ അജിതാഹാരെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയാണ്. ജോസഫേ, എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട്? ഇങ്ങനെയുള്ള സാധനങ്ങളെ നിങ്ങൾ എപ്പോഴും പാട്ട് എന്നാണ് വിളിക്കാറ്. മൊത്തത്തിൽ ജോംബി. യഥാർത്ഥത്തിൽ കുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ മിനിസ്റ്റർ? ഭയങ്കരം തന്നെ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള വിവരം അനുസരിച്ച് ഒരു ഏകാംഗ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. അവരാണ് തീരുമാനമെടുക്കുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? അവർ തീരുമാനിച്ചിട്ടാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തിന് കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ? വേല വേലായതിനോട് ആ സൈസ് കളിയൊന്നും വേണ്ട. പല്ലപ്പിന് വെള്ളുവായത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വേടന്റെ ആ പാട്ട് വളരെ വിശാലമായ വീക്ഷണമുള്ള ഒരു പാട്ടാണ് എന്നുള്ളതാണ്. സാർവദേശീയ തലത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന നാനാമുഖമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അരികുവൽക്കരണങ്ങൾ ഇതെല്ലാം വളരെ സമർത്ഥമായ ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു പാട്ടാണത്.
പ്രായത്തിൽ വലിയ ചെറിയ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണല്ലോ. ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് അയാളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിച്ചുകൊണ്ടാണ് വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. സാർവദേശീയ തലത്തിൽ എവിടെയൊക്കെ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഞാൻ അവരോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ അർത്ഥപൂർണമായ ഒരു പാട്ടായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലൊന്നാവില്ല. കുപ്രസിദ്ധരായ 4 സംഘത്തെ പോലെ ഇവരും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ ക്യാമ്പസിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്തവന്റെ ആട്ടം കണ്ട് നിങ്ങളും കൂടെ തുള്ളണ്ട. നമ്മളൊക്കെ തമ്മിൽ ഇനിയും കാണണ്ടവരാ. അവനെ തോളിക്കയറ്റി നടക്കുന്നവര് സ്വന്തം തടി കടവാ സൂക്ഷിച്ചോ. അക്കാദമിക പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. വളരെ നിർഭാഗ്യകരമാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കുന്ന വിഷയം. അതേപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ വേടന്റെ പാട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മിനിസ്റ്റർ പറയുന്നത്. വിജയ